റിവ്യൂ പറയുന്നതിന് മുമ്പായി നിങ്ങൾക്ക് ക്ഷമയില്ല എങ്കിൽ ഈ സിനിമ പോയി കാണരുത്, ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച്. എന്നിട്ട് വേണ്ടാത്ത കമൻറ്റ് പറയുക, വെറുതെ ചിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെയും കൂടെ അത് ആ മൂഡ് മാറിപ്പോവും. കാരണം ഹൊറർ സിനിമയിൽ ആ തിയേറ്ററിൽ ഏറ്റവും വേണ്ടത് നിശബ്ദതയാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് ശേഷം പ്രണവ് മോഹൻലാലും ഭ്രമയുഗത്തിന് ശേഷം രാഹുൽ സദാശിവനും ഒന്നിച്ചെത്തുന്ന DS ഇറെ. ഈ സിനിമയെക്കുറിച്ച് പറയുവാണെങ്കിൽ, ഭൂതകാലം എന്ന സിനിമ തിയേറ്ററിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ ഈ സിനിമയും നിർബന്ധമായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം. ഇതിലെ മ്യൂസിക്കും അതേപോലെ ക്യാമറയും ചെയ്തിരിക്കുന്നത് ഭ്രമയുഗത്തിലെ സെയിം ടീമാണ്. മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ക്രിസ്റ്റോ സേവിയർ താങ്കൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് കറക്റ്റ് ട്രാക്ക് പിടിച്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം പറയേണ്ടത് ഷഹനാദ് ജലാലിൻ്റെ ക്യാമറയെക്കുറിച്ചാണ്. ഓരോ ഫ്രെയിമും വളരെ മനോഹരമായിട്ട് ഒരു ഹൊറർ മൂഡിൽ എങ്ങനെയാണോ ക്യാമറ ചലിപ്പിക്കേണ്ടത് അത് കൃത്യമായിട്ട് ആൾ ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റോറിയിലേക്ക് വരാം. പ്രണവ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന രോഹൻ എന്ന കഥാപാത്രം, ആളുടെ ഒരു ഫ്രണ്ട് ആത്മഹത്യ ചെയ്യുന്നു. പിന്നീട് അയാൾക്ക് അയാളുടെ വീട്ടിൽ അനുഭവിക്കേണ്ടി വരുന്ന സൂപ്പർ നാച്ചുറലായിട്ടുള്ള കുറച്ച് അനുഭവങ്ങളെക്കുറിച്ചാണ് ഈ സിനിമ മുന്നോട്ട് പറയുന്നത്. മുന്നേ പറഞ്ഞല്ലോ, ഭൂതകാലം എന്ന സിനിമയോട് ആ ഒരു മൂഡാണ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഭയങ്കര ത്രില്ലറാണെന്നോ അല്ലെങ്കിൽ മിസ്റ്റീരിയസ് ആണെന്നോ അങ്ങനെയൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എല്ലാവർക്കും അത് ഉൾക്കൊണ്ട് ആസ്വദിക്കണം എന്നില്ല. ആ ഒരു രീതിയിലുള്ള ഒരു സിനിമയാണ്. വളരെ സ്ലോ ആയിട്ടാണ് സിനിമ തുടങ്ങുന്നതും മുന്നോട്ട് പോകുന്നതൊക്കെ. ഹാഫ് ടൈം വരെ നിങ്ങൾ വളരെ ക്ഷമയോടെ തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. ഹാഫ് ടൈമിന് ശേഷം പിന്നെയും കുറച്ചൊരു സ്പീഡപ്പായി വരും. സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും ഒരു ഏറ്റക്കുറച്ചിലുകൾ ഓൾറെഡി ഉണ്ട്. പ്രധാന കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ, പ്രണവ് മോഹൻലാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. പുള്ളിയുടെ ആക്ടിങ് ഒട്ടും ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ എനിക്ക്. വെച്ചാൽ ആ വികാരങ്ങളാണെങ്കിലും ആ ഫേസിലേക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് ഈ സിനിമയിൽ അദ്ദേഹത്തിന് എങ്ങനെയാണോ, അദ്ദേഹത്തിൻ്റെ മാക്സിമം, വലിയ സെറ്റപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ മാക്സിമം അയാൾ ശ്രമിച്ചിട്ടുണ്ട്. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള പോലെ എനിക്ക് തോന്നി ഈ സിനിമ കണ്ടപ്പോൾ. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് ജിബിൻ ഗോപിനാഥ് എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. ആളാണ് സഹനടനായിട്ട് അവതരിപ്പിച്ചത്. പുള്ളിയുടെ പെർഫോമൻസ്, പുള്ളിയുടെ ലുക്കാണെങ്കിലും ആളുടെ ആക്ടിങ് ആണെങ്കിലും എല്ലാം വളരെ മികച്ചതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റൊരാളുടെ കാര്യം പറയുകയാണെങ്കിൽ, അമ്മയുടെ റോൾ ചെയ്തിട്ടുള്ള ജയാക്കുറുപ്പ്, അവരുടെ ആ ഏജിൽ ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യാൻ പറ്റുമോ? ആക്ഷൻസൊക്കെ അത് അത്രയും വേറെ ലെവലിലാണ് പുള്ളിക്കാരത്തി ചെയ്തു വെച്ചിട്ടുള്ളത്. എനർജിയുടെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല, അമ്മാതിരിയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ മേലേക്കാണ് അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. അതെനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നി. അതേപോലെ അനിയൻ്റെ റോൾ ചെയ്തിട്ടുള്ള അരുൺ അജികുമാർ എന്നുള്ള പയ്യന്, ആളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹൊറർ സിനിമയ്ക്ക് എന്തായാലും ഒരു മൂഡാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് ക്യാരക്ടേഴ്സ് ബിൽഡ് ചെയ്യുന്നതിലും അവരുടെ പ്രസൻസിലെല്ലാം ആ ഒരു മൂഡ് ഇങ്ങനെ പിടിച്ചു പോകണം. ഈ പയ്യനെ അടിപൊളിയായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഹൊറർ സിനിമ ആയതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി കാണുന്നതാണ് അതിൻ്റെ കറക്റ്റ് ഫീല് കിട്ടാൻ നല്ലത്. നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഭൂതകാലം നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ അത് തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ നന്നായിരുന്നേനെ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കാണാവുന്നൊരു പടമാണ് DS ഇറെ.